അപ്പൂപ്പാ എല്ലാ ശനിയാഴ്ച എനിക്ക് ലീവ് ഉണ്ടാവില്ല മോനെ. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് എനിക്ക് ലീവ് കിട്ടി. നമുക്ക് ഇന്ന് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാലോ. എന്നാ മക്കളോടെല്ലാം റെഡിയാക്കാൻ വേണ്ടി പറ, നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. നമുക്ക് ചായപ്പീടിയ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എന്നിട്ട് പറയാം നിങ്ങൾ അതിൻ്റെ അഭിപ്രായം. ആദ്യം നിങ്ങൾ റെഡിയാക്കും. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന വലത്തെ സൈഡായിട്ട് ഒരുപാട് ചായക്കടികൾ ഇങ്ങനെ നിരത്തി വെച്ചതാണ്. അത് കഴിഞ്ഞ് അവിടെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മൾ ഷവർമ്മ ക്യാബിനും കാണാൻ വേണ്ടി പറ്റും. ഇവിടെ പോയി ഇരുന്ന് അവിടുത്തെ ആംബിയൻസ് കണ്ടപ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലത്ത് തന്നെയാണ് ഫാപ്പോപ്പ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് മനസ്സിലുണ്ടായി. അതൊക്കെ പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഷവർമ്മ ബന്നും വന്ന്. ഷവർമ്മ ബന്നിൻ്റെ ഫില്ലിങ് ഒരു വേറെ ലെവലിൽ തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷാണ് ചീസ് ബന്ന്. ചീസ് ബന്ന് എന്ന് പറഞ്ഞാൽ ഒരു ലെവല് സംഭവം തന്നെയാണ്. ചീസിൻ്റെ ഫില്ലിംഗ് ഒക്കെ വളരെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എന്ന് വെച്ചാൽ ജീവ ഫസ്റ്റ് തന്നെ എടുത്ത് കടിച്ചത് ചട്ടിപ്പത്തിലാണ്. ചട്ടിപ്പത്തിലിൻ്റെ ഫില്ലിങ്ങെല്ലാം ഒന്ന് വേറെ ലെവലാണ് മക്കളെ, ഒന്നും പറയാനില്ല. എല്ലാം മൊത്തത്തിൽ പെരുത്തി ഇഷ്ടമായി എന്ന് തന്നെ പറയാം. അതേപോലെ ജീവമാത രണ്ടാമതെടുത്ത് കടിക്കുന്നതാണ് ചീസ് പോക്കറ്റ് എന്ന് പറയുന്നത്. ചീസ് പോക്കറ്റ് ഭയങ്കര ടേസ്റ്റ് തന്നെ. ആ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു സമയത്താണ് ഞാൻ ചട്ടിപ്പത്തിരി ഒന്ന് കടിച്ചു നോക്കിയ മക്കളെ, കിളി പോയി എന്നല്ലാണ്ടൊന്നും പറയാനില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ചങ്ങായിൻ്റെ വെറൈറ്റി ചായയും കൊണ്ടുള്ള വരവ്. ഇവിടെ 3 ടൈപ്പ് ചായ അവൈലബിൾ. അതിൽ ഇറാനി ചായ എടുത്ത് ജീവമ്മ കുടിച്ചിട്ടാണെങ്കിൽ നല്ല രസമുണ്ട്, വേറെ തന്നെ ഒരു വെറൈറ്റിയാണ്. അപ്പം ഞാൻ വിചാരിച്ച് മസാല ചായ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അത് കുടിച്ചു തരാമെന്ന് മക്കളെ, എൻ്റെ കിളി പിന്നെയും പോയി, ഒന്നും പറയാനില്ല. അപാര ടേസ്റ്റ് തന്നെയായിരുന്നു. വേറെ അതും പറഞ്ഞ് തീരുമ്പോഴത്തേക്കാണ് നമ്മളെ അൽഫാമിൻ്റെ വരവ്. അൽഫാമിൽ ഇവിടെ 2-3 വെറൈറ്റി ഉണ്ട്. അത് സാധാ അൽഫാം, പെരി അൽഫാം, അതുപോലെ തന്നെ അൽഫാം പൊള്ളിച്ചത്. അപ്പോൾ ഗേസ് ഇവരെ 3 തരത്തിലുള്ള അൽഫാമാണുള്ളത്. ഇവരെ നോർമൽ അൽഫാമും, അത് കഴിഞ്ഞാൽ ഇവരെ എല്ലായിടത്തും നമുക്ക് അതുപോലെ തന്നെ കിട്ടുന്ന ഒരു സാധനമാണ് പെരി അൽഫാം അല്ലേ. അതുകൂടാതെ ഇവരതായിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കുന്നതാണ് ഈ പൊള്ളിച്ചത്. അൽഫാം പൊള്ളിച്ചതാണിത്. മക്കളെ ഇതിന്റെ 3ന്റെയും നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നമുക്ക് നോക്കാലോ. അപ്പൊ ഗേസ് നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് നമ്മളെ ആവി ഇങ്ങനെ പറക്കുന്നുണ്ട് ഗൈസ്. ഒന്നൊന്നര ടേസ്റ്റ് ആണ് ഈ അൽഫാമിന്. സ്പൈസി ഇഷ്ടപ്പെടുന്ന ഇവരെ സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കുന്ന ഒരു അൽഫാമാണിത്. ഈ പെരി അൽഫാം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ നോർമലി നമ്മൾ കഴിക്കുന്ന ടൈപ്പ് ആണോ അല്ലെങ്കിൽ അതിനെ വീട്ടിൽ എന്തെങ്കിലും ഡിഫറെന്റ്? സ്പൈസി ഉണ്ട്, നല്ല അടിപൊളി സ്പൈസി. സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾ തീർച്ചയായിട്ടും അടിച്ചുപൊളിച്ചായിട്ട് കഴിക്കണം. ഇതായി നമ്മളെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയ നമ്മളെ നോർമൽ അൽഫാമാണ്. മയോണൈസിൽ മുക്കിയിട്ട് കഴിച്ചേ. റിവ്യൂ പറയുന്ന മെയിൻ ആളാണിത്. എങ്ങനെയുണ്ട് പറയണത് ചെയ്യാൻ? ആ കീരി അൽഫാമിന്റെ മസാല മാത്രം ജീവന്റെ എക്സ്പ്രഷൻ കാണാം. അടുത്ത നമ്മള് ഇവരെ സ്പെഷ്യൽ ഐറ്റംസ് വരുന്നുണ്ട്. പൊറോട്ട, ചില്ലി ചിക്കൻ, അതുപോലെ ഫ്രൈഡ് റൈസ് ചിക്കൻ, അതുപോലെ ബീഫ് പൊറോട്ട. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് ഇസ്നമൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചിട്ടോള് പറഞ്ഞതെന്ന് വെച്ചാൽ സൂപ്പറാണ് പാപ്പ. ചിക്കൻ എല്ലാം ഇങ്ങനെ മസാല കുഴച്ചെടുത്ത് ഇതാണ് നമ്മുടെ ഇവരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ പൊറോട്ട. അടിപൊളിയാണ് മക്കളെ. ഇതിങ്ങനെ ബീഫ് പൊറോട്ടയാണ്. വാഴയിൽ ചുറ്റിയതെല്ലാം പൊള്ളലായിരിക്കും. നല്ല ബീഫെല്ലാം കൂട്ടി അടിപൊളി, നല്ല ടേസ്റ്റ്. അപ്പം
ഇതൊക്കെയാണ് ഇവരെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ഇവരെ ഔട്ട്ലെറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് എവിടെയാണ് വരുന്നതെന്നല്ലേ ഞാൻ അതിനെ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ചായപ്പീടിയ? അടിപൊളിയാട്ടാ. ഏത് തരത്തിലുള്ള ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാണ് ഞാൻ മോളെ പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ വിശ്വസിക്കില്ലല്ലോ. അത് അനുഭവിച്ചത് ഓക്കെ ആയില്ലേ? ഇത് എവിടെയാ വരുന്നതെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും. ഇത് നമ്മളെ ഒരു ചൊക്ലി പെരിങ്ങത്തൂർ റോഡിൽ കാനത്തിങ്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഔട്ട്ലെറ്റ് മാത്രമല്ല, ഇവർക്ക് എറണാകുളത്ത് അങ്ങ് MG റോഡിലുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയാം. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് ബൈ.